ഹലോ എവരിവൺ, MBA ക്ലൗഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഡ്മിറ്റ് കാർഡ് കെമാറ്റ് എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് ഔട്ട് ആയിട്ടുണ്ട്. കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്ത എല്ലാവർക്കും എലിജിബിൾ ആയിട്ട് എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അഡ്മിറ്റ് കാർഡ് 1-2 ദിവസം അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അഗെയിൻ എക്സാമിന്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. എക്സാമിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയുള്ള പുതിയ CBT ഗൈഡ് ലൈൻസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നു. ഇതിലേക്ക് കിടക്കാം. MBA ക്ലൗഡ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ MBA ക്ലൗഡ് ഇസ് എക്സ്ക്ലൂസീവ് പ്ലാറ്റ്ഫോം ഫോർ മാനേജ്മെന്റ് MBA റിലേറ്റഡ് കോണ്ടന്റ്. ഇപ്പോൾ ഈ കെമാറ്റ് പ്രിപ്പറേറ്ററി വീഡിയോസുകളും കെമാറ്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസുകളൊക്കെയാണ് നമ്മൾ വീഡിയോ സീരീസ് ചെയ്യുന്നത്. ഇതുകൂടാണ്ട് കെമാറ്റ് MBA സബ്ജക്ട് റിലേറ്റഡ് ആയ വീഡിയോസുകളും സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളും കണ്ടന്റ് വീഡിയോസുകളും മറ്റ് കേസ് സ്റ്റഡീസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അഗൈൻ കേരളത്തിലെ MBA അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരു കാൻഡിഡേറ്റിന് CAT, CMAT, KMAT ഇങ്ങനെ 3 എക്സാമിൽ ഏതെങ്കിലും ഒന്നാണ് ക്വാളിഫൈഡ് ആകേണ്ടത്. അപ്പോൾ അതിൽ CAT എക്സാം ഈ വർഷത്തേക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി KMAT എക്സാം ആണ് അടുത്ത് വരുന്നത്. പിന്നെ CMAT എക്സാം ആണുള്ള CMAT ഡേറ്റ് വന്നിട്ടില്ല. KMATന്റെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. KMATന്റെ എക്സാമിന്റെ ഡേറ്റ് വരുന്നത് മാർച്ച് 3-ാണ് 2024. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് സൺഡേ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു വീക്കാണ് നമ്മുടെ മുമ്പിൽ പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ വെബ്സൈറ്റിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ എല്ലാ തവണയും വിസിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനൊക്കെ ഫില്ലപ്പ് ചെയ്ത www.ce.kerala.gov.in വെബ്സൈറ്റിലേക്ക് വരുവായിരുന്നെങ്കിൽ അഗൈൻ KMATന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സെക്ഷൻ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊസീഡ് ചെയ്യുന്ന ഇങ്ങനെ ഒരു പേജിലേക്കാണ്. ഇവിടെ 1-2 കാര്യങ്ങൾ പുതുതായിട്ട് വന്നതായിട്ട് കാണാൻ പറ്റും. CBT ഗൈഡ് ലൈൻസ് ആണ് പുതുതായിട്ട് വന്ന ഒരു ടാബ്. നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓർഡേഴ്സ്, ഇതൊക്കെ ഇതിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഏതായാലും നമുക്ക് നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓർഡേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യാനകത്ത് എന്താണ് പുതിയ കാര്യങ്ങളുള്ളത്. 2 പുതിയ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അഡ്മിറ്റ് കാർഡ് പബ്ലിഷ്ഡ് നോട്ടിഫിക്കേഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇൻസ്ട്രക്ഷനും ഒന്ന് ചെക്ക് ചെയ്യുക, എന്താണ് നോട്ടിഫിക്കേഷൻ ഇൻസ്ട്രക്ഷൻ എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ എടുത്തേക്കുന്നത് നോട്ടിഫിക്കേഷൻ ആണ്. ഈ പറയുന്ന പുതിയ latest നോട്ടിഫിക്കേഷൻ. Candidates submitted online application for CE of KMAT examination to be held on 3rd March can download their admit card from the website ce.kerala.gov. അപ്പം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാന്നാണ് ആദ്യമായിട്ട് പറയേണ്ടത്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പ്രീവിയസ്ലി കണ്ട വിൻഡോയിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്യുക. അഗെയിൻ നിങ്ങളുടെ അവിടെ ചോദിച്ച അസസ് കോഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് നിങ്ങൾ എത്തും. ഡൗൺലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഫൈൽ പേജിലേക്ക് എത്തും. പ്രൊഫൈൽ പേജിൽ അവിടെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു മെനു കാണാൻ പറ്റും. ആ മെനു ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വ്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിലേക്ക് അവൈൽ ചെയ്യാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാമത്തെ കാര്യം. അങ്ങനെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി, admit card should brought for verification in the examination venue for attending KMAT examination. Candidates without admit card will not be permitted. Very important. Admit card കൂടാണ്ട് വരുന്ന കാൻഡിഡേറ്റ്സിനെ എക്സാം എഴുതാനായിട്ട് അനുവദിക്കുകയില്ല എന്ന് പ്രത്യേകം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം ഒരു പ്രിന്റ് എടുത്ത് നിങ്ങൾ എക്സാം എഴുതുന്ന മാർച്ച് 3-ാം തീയതി നിങ്ങളുടെ എക്സാം ഹാളിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. Again, color print of the admit card is preferable for proper identification candidates. കളർ പ്രിന്റ് ഔട്ട് എടുക്കുക. പിന്നെ ഇനി ഒരുപാട് പേര് ചോദിക്കാൻ സാധ്യത ഡൗട്ടാണ്, കളർ പ്രിന്റ് എടുക്കണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കളർ പ്രിന്റ് ആണ് പ്രിഫേർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കളർ പ്രിന്റ് ആയിട്ട് തന്നെ എടുത്തോളൂ. അപ്പോൾ അതിനകത്ത് യാതൊരു മടിയും കാണിക്കേണ്ട. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഡൗൺലോഡ് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം അഡ്മിറ്റ് കാർഡ് ഇല്ലാണ്ട് നമുക്ക് എക്സാം ഹാളിലേക്ക് കയറാൻ പറ്റത്തില്ല. മൂന്നാമത്തെ കാര്യം നിങ്ങൾ കളർ പ്രിന്റ് എടുക്കുക. അഡ്മിറ്റ് കാർഡ് കണ്ട് കളർ പ്രിന്റ് അഡ്മിറ്റ് കാർഡ് എടുക്കുക, അല്ലെങ്കിൽ കളർ പ്രിന്റ് എടുത്ത് കൊണ്ടുവരിക. മറ്റു കാര്യങ്ങൾ അഗെയിൻ കുറച്ച് കാൻഡിഡേറ്റ്സെങ്കിലും അഡ്മിറ്റ് കാർഡ് കിട്ടുന്നുണ്ടാവില്ല. അതിന് കിട്ടാത്തതിന് കാരണം ഒന്നെങ്കിൽ അവർ എന്തെങ്കിലും ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ എന്തെങ്കിലും ചില സ്റ്റെപ്സുകൾ കംപ്ലീറ്റ് ചെയ്യാത്തതായിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരുപക്ഷെ അവർ ബാലൻസ് ഫീ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫീ അടയ്ക്കാത്തതുകൊണ്ടായിരിക്കാം. ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാത്തതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്ത് തരാത്ത ഡിഫക്ട്സ് ഉള്ളതുകൊണ്ടായിരിക്കാം. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തിട്ട് ഡിഫക്ട്സ് ഉണ്ടാക്കിയായിരിക്കും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ മെനുവിൽ മെമ്മോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടാബ് കാണാൻ പറ്റുന്നുണ്ട്. അഡ്മിറ്റ് കാർഡിന് പകരമായിട്ട് ഒരുപക്ഷെ മെമ്മോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടാബായിരിക്കും കാണുന്നത്. ഈ മെമ്മോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ പ്രശ്നം? നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള പ്രശ്നമാണോ? സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തതിൽ പ്രശ്നമാണോ?
അതോ നിങ്ങൾ ഫീസ് അടയ്ക്കാൻ ബാക്കിയുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ വിശദീകരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ അഡ്മിറ്റ് കാർഡ് വിൽ ബി റിലീസ് ടു ദം വെൻ ബാലൻസ് ആപ്ലിക്കേഷൻ ഫീ ഓർ ക്ലിയർ ഫോട്ടോഗ്രാഫർ സിഗ്നേച്ചർ റെമിറ്റ്. അങ്ങനെ ബാക്കി കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ ബാലൻസ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയുടെ സിഗ്നേച്ചറിലെ ഡിഫക്ട്സുകൾ ക്ലിയർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. അത് ഏത് ദിവസത്തിനുള്ളിൽ ക്ലിയർ ചെയ്യണം, അത് ക്ലിയർ ചെയ്യാനുള്ള ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. മാർച്ച് 1-ാം തീയതി 2 മണിക്കുള്ളിൽ. മാർച്ച് 1-ാം തീയതി 2 മണി. മാർച്ച് 1-ാം തീയതി സാറ്റർഡേ ആണ്. മാർച്ച് 1-ാം ഫ്രൈഡേ ആണ്. ഫ്രൈഡേ 2 മണിക്കകം നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭ്യമാക്കുമെന്നാണ് അടുത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കെങ്കിലും അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതെങ്ങനെ പരിഹരിക്കാമെന്നും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് 4ാമത്തെ കാര്യം. കാൻഡിഡേറ്റ്സ് ഇഫ് ഹാവ് എനി കംപ്ലൈന്റ് റിഗാർഡിംഗ് ദ നെയിം, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇൻ ദ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ്. ഇനി അഡ്മിറ്റ് കാർഡ് കിട്ടിയ ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ, എന്തൊക്കെ പരാതികൾ? നിങ്ങളുടെ പേര്, ഫോട്ടോ, സിഗ്നേച്ചർ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ നിങ്ങൾ ഷുഡ് മെയിൽ ഡീറ്റെയിൽസ് ഓഫ് ഡിഫക്ട്സ് ദ ഒഫീഷ്യൽ ഇമെയിൽ അഡ്രസ്. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ ഇമെയിൽ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. zk.info.c@kerala.gov.in എന്ന് നിങ്ങൾ അത്ര എന്തെങ്കിലും ഡിഫക്ട്സുകൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ഫോട്ടോ, നിങ്ങളുടെ പേരിനകത്ത്, ഫോട്ടോയിനകത്തോ സിഗ്നേച്ചറിനകത്തോ എന്തെങ്കിലും ഡിഫക്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അയച്ച ശേഷം അഡ്മിറ്റ് കാർഡ് ലഭ്യമായ കാൻഡിഡേറ്റ്സിനോടാണ് ഇത് പറയുന്നത്. ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ അഡ്മിറ്റ് കാർഡ് സക്സസ്ഫുള്ളി ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ കാൻഡിഡേറ്റ്സ് നിങ്ങൾ അഡ്മിറ്റ് കാർഡൊക്കെ നോക്കുക. അത് ഇത്തരം മിസ്റ്റേക്സ് ഉണ്ട്, പേരിലോ ഫോട്ടോയിലോ സിഗ്നേച്ചറിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാനായിട്ട് പറയുന്നു. അതിനും ഡെഡ് ലൈൻ കൊടുത്തേക്കുന്നത് മാർച്ച് 1-ാം തീയതി 2 മണി തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുക. ഈ 1, 2, 3, 4 കാണിച്ച കാര്യങ്ങൾ എല്ലാവരും കളർ പ്രിന്റ് എടുക്കുക. അഡ്മിറ്റ് കാർഡ് ലോഗിൻ ചെയ്യുക, അഡ്മിറ്റ് കാർഡ് മെനുവിൽ പോവുക, ഡൗൺലോഡ് ചെയ്യുക, കളർ പ്രിന്റ് എടുക്കുക, എക്സാം ഹാളിലേക്ക് കൊണ്ടുവരിക. കിട്ടാത്ത ആളുകൾ അവർ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടാകും, അത് റെക്ടിഫൈ ചെയ്യുക. ഓക്കെ. ഇനി ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിനകത്ത് പേര്, ഫോട്ടോ, സിഗ്നേച്ചർ മുതലായ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതിലൊക്കെ എന്തെങ്കിലും മറ്റ് മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യണം, അത് മെയിൽ അയച്ച്, ഒഫീഷ്യൽ മെയിൽ അയച്ച് അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി വീണ്ടും നമ്മൾ തിരിച്ച് നമ്മൾ ആദ്യം ലോഗിൻ ചെയ്ത പേജിലേക്ക് പോയി. ഇവിടെയാണ് ഈ പേജിലൂടെയാണ് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ലോഗിൻ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത്, പാസ്വേഡ് കൊടുത്ത്, അക്സസ് കോഡ് കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. സോ ദാറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്. തിരിച്ചുകൂടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ഇവിടെ കാണാൻ പറ്റും. CBT ഗൈഡ് ലൈൻസ് എന്നുള്ള കാര്യം കാണാൻ പറ്റും. CBT ഗൈഡ് ലൈൻസിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു 1-2 കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം നോക്കാം. പ്രത്യേകിച്ച് എക്സാം ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിനെപ്പറ്റി വിശദമായിട്ട് മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. എക്സാം ഷെഡ്യൂളിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. 1-ാമത്തെ കാര്യം, ഡേറ്റ് ഓഫ് ദി എക്സാമിനേഷൻ മാർച്ച് 3, 2024 സൺഡേ. എക്സാം, മോഡ് ഓഫ് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, MCQ ക്വസ്റ്റ്യൻസ് ആണ്. MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻസ് ഉണ്ട്, ABCD ഓപ്ഷൻസ് ഉള്ള, ABCDE ഓപ്ഷൻസ് ഉള്ളതുണ്ട്. മൊത്തം എത്ര ക്വസ്റ്റ്യൻസ്? 180 ക്വസ്റ്റ്യൻസ്. മുമ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. മാർക്കിംഗ് സ്കീം വളരെ പ്രധാനപ്പെട്ടാണ്. ഓരോ ശരി ഉത്തരത്തിന് 4 മാർക്ക്. ഒരു ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കുറയ്ക്കും. ഇനി ഉത്തരം എഴുതിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ അതിനെപ്പറ്റി വറിയിടാണ്ട. ഇവിടെ അൺആൻസേർഡ് ഫോർ മാർക്ക് ഫോർ റിവ്യൂ, ആൻസേർഡ് ഫോർ മാർക്ക് ഫോർ റിവ്യൂ എന്താണ് മാർക്ക് ഫോർ റിവ്യൂ ഓപ്ഷൻ എന്നുള്ളതൊക്കെ ഇതിന്റെ തുടർന്നുള്ള ഡോക്യുമെന്റ് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ മറ്റൊരു വീഡിയോ വിശദമായിട്ട് നോക്കാം. ആൻസേർഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ. ഇപ്പോൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ഉത്തരം മാർക്ക് ചെയ്ത്, നിങ്ങൾ ഉത്തരം സെലക്ട് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് ഒന്നും കൂടെ ഡൗട്ട് ഉണ്ട്, വീണ്ടും സമയം കിട്ടണം, ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഒരു മാർക്ക് ഫോർ റിവ്യൂ വീണ്ടും ഒന്നുകൂടെ റിവ്യൂ ചെയ്യാനായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പത്തിലുണ്ട്, അത് പ്രത്യേക കളറായിട്ട് മാറും. അപ്പം അതൊക്കെ എന്താണെന്നൊക്കെ ഈ ഡോക്യുമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതാണ് മാർക്ക് ഫോർ റിവ്യൂ ഓപ്ഷന് വേണ്ടി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് ഫോർ റിവ്യൂ ഓപ്ഷൻ ഉപയോഗിക്കാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കുറച്ച് നേരം ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല, വീണ്ടും സമയം കിട്ടും, പക്ഷെ ഒന്നുകൂടെ ട്രൈ ചെയ്താൽ കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, നിങ്ങൾ തൽക്കാലം ഒന്നുകൂടെ ആലോചിച്ചിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ ഒന്നുകൂടെ ആലോചിക്കാനായിട്ട് നിങ്ങളത് ഒന്നും ആൻസർ ചെയ്യാണ്ട് അൺആൻസേർഡ് ആയിട്ട് വിടുന്നു. വീണ്ടും നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ തിരിച്ചു വരാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? മാർക്ക് ചെയ്ത് പോകും. അപ്പോൾ മാർക്ക് ഫോർ റിവ്യൂ 2 തരത്തിലുണ്ട്. ആൻസർ ചെയ്തിട്ട് മാർക്ക് ഫോർ റിവ്യൂ ഉണ്ട്, ആൻസർ ചെയ്യാണ്ട് മാർക്ക് ഫോർ റിവ്യൂ ആണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ആൻസർ ചെയ്യാത്ത മാർക്ക് ഫോർ റിവ്യൂ ആണെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ആൻസർ ചെയ്ത ശേഷം നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം ആൻസർ രേഖപ്പെടുത്തിയ ശേഷം, ഉത്തരം രേഖപ്പെടുത്തിയ ശേഷം മാർക്ക് ഫോർ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഉത്തരം മാറ്റിയാലും ഇല്ലെങ്കിലും ഒക്കെ മാർക്ക് ഫോർ റിവ്യൂ അവിടെ ഉണ്ടെങ്കിൽ പോലും ഉത്തരം അത് ഒരു ഉത്തരം ആൻസർ ചെയ്തായിട്ട് പരിഗണിക്കും. അതായത് അതിന് ശരിയായിട്ടുണ്ടെങ്കിൽ 4 മാർക്ക് കിട്ടും, തെറ്റായിട്ടുണ്ടെങ്കിൽ അതിന് -1 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് മാർക്ക് ഫോർ റിവ്യൂ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അഗൈൻ മാർക്ക് റിവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒന്ന് പരിശോധിക്കാനാണ് അത് സഹായിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. മാർക്ക് റിവ്യൂ ചെയ്താലും ഇല്ലെങ്കിലും അത് ആൻസർ ചെയ്ത ക്വസ്റ്റൻ ആണെങ്കിൽ അത് ആൻസർ ആയിട്ട് തന്നെ പരിഗണിക്കും, ആൻസർ ചെയ്യാത്ത ക്വസ്റ്റൻ ആണെങ്കിൽ ആൻസർ ചെയ്യാതെ പരിഗണിക്കുക. അതാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ. ഇനി ഈ ഒരു പിന്നീടുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മുടെ എക്സാമിന് ടൈം ആണ് ഒരു കാര്യം. എക്സാമിന് ടൈം 1:30 മുതൽ 4:30 വരെ 3 മണിക്കൂർ ആണെങ്കിൽ പോലും എല്ലാ കാൻഡിഡേറ്റ്സും 12 മണിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അഗൈൻ നിങ്ങളുടെ രജിസ്ട്രേഷൻ റിപ്പോർട്ടിംഗ് ആൻഡ് അത് ചെന്ന് കഴിഞ്ഞ് ചെറിയ രജിസ്ട്രേഷൻ പ്രോസസ്സും നിങ്ങളൊരു അസസ് കോഡൊക്കെ തരുന്ന ചെറിയ പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ പൊസിഷൻസ് ഒക്കെ ലാബിനുള്ളിൽ കമ്പ്യൂട്ടർ ലാബിൽ അല്ലെങ്കിൽ ഒരു എക്സാം സെന്ററിലാണ് നടക്കുന്നത്. അപ്പോൾ ഒരു നിങ്ങൾക്ക് സിസ്റ്റമാക്കി കിട്ടും. അപ്പോൾ സിസ്റ്റത്തിലേക്ക് പോകാനായിട്ട് ഒരു അസസ് കോഡും നമ്പറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് കുറച്ച് സമയം പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രോസസ്സുകൾ ചെയ്യാനായിട്ടാണ് നേരത്തെ എത്താനായിട്ട് പറഞ്ഞത്. 12 മണിക്ക് തന്നെ എല്ലാവരും എത്തുന്ന രീതി പ്ലാൻ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഉച്ച കഴിഞ്ഞ് വെക്കാനുള്ള കാരണമെന്ന് എനിക്ക് തോന്നുന്നു. രജിസ്ട്രേഷൻ 1 മണിയാകുമ്പോൾ കഴിയുന്നു. നിങ്ങൾ കാൻഡിഡേറ്റ്സ് എൻട്രി എക്സാം ഹാളിലേക്ക് എൻട്രി ചെയ്യുന്ന സമയം 1 മണി മുതൽ 1:15 വരെയാണ്. അപ്പോൾ നിങ്ങൾ 1:15 തൊട്ട് 1:30 വരെ ഈ സമയം വളരെ പ്രധാനപ്പെട്ടാണ്. ഈ 9ാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടാണ്. 1:15 തൊട്ട് 1:30 വരെ ഈ 15 മിനിറ്റ് ഒരു മോക്ക് ടെസ്റ്റ് പോലെയാണ്. നിങ്ങൾക്ക് എക്സാമിന്റെ മോഡൊന്ന് ഫെമിലറൈസ് ചെയ്യാനായിട്ട് അവിടെ നിങ്ങൾ എക്സാം എഴുതുന്ന സെയിം കമ്പ്യൂട്ടർ തന്നെ ഒരു ഫെമിലറൈസ് ചെയ്യാനായിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതാരും മിസ് ചെയ്യാണ്ടിരിക്കുക. അതുകൊണ്ട് 1:15 ശേഷം നിങ്ങൾക്ക് ഒരുപക്ഷെ എക്സാം ഹാളിൽ കയറാൻ പറ്റാതെ വരും. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ ഒരു 12 മണിക്ക് അപ്പുറം പോകാണ്ട് 12 മണിക്കകം തന്നെ നിങ്ങൾ എത്തുക. എന്നിട്ട് നേരത്തെ ഈ പറയുന്ന പ്രോസസ്സുകളെ കംപ്ലീറ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് എക്സാം എഴുതുക. 1:30 കൃത്യം എക്സാം തുടങ്ങും. അപ്പോൾ സാധാരണ 1:30 എക്സാം തുടങ്ങുന്നതൊക്കെ ഓർത്ത് 1:30 വരരുത്. കാരണം ഇതിന് മുമ്പുള്ള ഈ പ്രോസസ്സുകളൊക്കെ ഇതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 12 മണിക്കാണ് എക്സാം എന്നുള്ള 12 മണിക്ക് എത്തണം എന്നുള്ള കാൽക്കുലേഷനിൽ തന്നെ നിങ്ങൾ വരിക. കാരണം എക്സാം സെന്റർ ഒക്കെ ചിലപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്തായിരിക്കും. അതൊക്കെ ആദ്യമായിട്ട് പോകുന്നതായിരിക്കും. അവിടെയൊക്കെ കണ്ടുപിടിച്ച് എത്തേണ്ട വരുമായിരിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ ലൊക്കേഷനൊക്കെ മനസ്സിലാക്കി അന്വേഷിച്ച് അഡ്മിറ്റ് കാർഡിനകത്ത് നിങ്ങളുടെ വെന്യൂ എക്സാം ഹാളും വെന്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. എക്സാം സെന്ററിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി നേരത്തെ തന്നെ എത്തി റിലാക്സ് ചെയ്ത് ഈ പറയുന്ന മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് എക്സാം ഫെമിലറൈസേഷൻ ഒക്കെ ചെയ്ത് നന്നായിട്ട് പരീക്ഷ എഴുതാൻ 3 മണിക്കൂർ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എക്സാമിന് ചില സ്പെസിഫിക് ഗൈഡ് ലൈൻസുകൾ അഗൈൻ അങ്ങനെ സ്പെസിഫിക് ഗൈഡ് ലൈൻസുകൾ നിങ്ങൾക്ക് ഒന്നുകൂടെ വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇത് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ PDF ഫയൽ കിട്ടും. ഈ PDF ഫയൽ എല്ലാവരും വായിക്കുന്നതല്ലാണ്. ഈ PDF ഫയലിൽ കുറച്ച് വ്യക്തമായിട്ട് എക്സാമിന് വേണ്ടി നേരത്തെ എത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാം, നിങ്ങൾക്ക് മൊബൈൽ മറ്റു കാര്യങ്ങളൊന്നും എക്സാം ഹാൾ പെർമിറ്റഡ് അല്ല, കാൽക്കുലേറ്റർ ഒന്നും പെർമിറ്റഡ് അല്ല, നിങ്ങൾക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ പറ്റാത്തതെന്നൊക്കെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വീഡിയോ അതിനെപ്പറ്റി വിശദമായിട്ട് പ്രതിപാദിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുക. വിഷ് യു ദി വെരി ബെസ്റ്റ്. മുമ്പ് പലതവണ പറയാറുള്ള പോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് പ്രിപ്പറേറ്ററി വീഡിയോസുകൾ നിങ്ങൾ ടൈം ലൈനിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് പോവുകയാണെങ്കിൽ പ്രിപ്പറേറ്ററി വീഡിയോസിൽ കാണാൻ സാധിക്കും. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും എല്ലാ ആശംസകളും. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ.